ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആയിട്ടാണ്. സോ ഗൈസ്, നമ്മുടെ സിറ്റിയിൽ കുറേ അധികം ബില്യണേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ബില്യണേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് കുറേ അധികം വണ്ടികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വണ്ടികളെല്ലാം ഒന്ന് എടുക്കണം. അതായത് ബില്യണേഴ്സിൻ്റെ വണ്ടികൾ നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റീൽ ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ ബില്യണേഴ്സിന് കുറേ ഫ്ലാറ്റും വീടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോകണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വണ്ടി നിർത്തണം. വണ്ടി നിർത്തണം. നിനക്കെന്താ? ഇറങ്ങടാ ഇങ്ങോട്ട്. അവനെടുത്ത് എറിഞ്ഞ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരനാണ് ഡാവിഡ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡാവിഡ് ഒരു ബില്യണയറാണ്. സോ ഡാവിഡിന് ഇച്ചിരിയും കൂടെ പൈസ വേണമെന്നാണ് പറയുന്നത്. സോ അതിനു വേണ്ടി നമുക്കൊരു വണ്ടി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ നേരെ പൊക്കോളൂ. നല്ല ഇടി ഇടിച്ച്. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ വീടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീടാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ പണ്ട് സ്പൈഡർമാൻ്റെ വണ്ടി എടുക്കാനായിട്ട് തന്നെ ഇവിടെയാണ് വന്നത്. ഈ ഒരു വീട്ടിൽ ഇപ്പം വേറെ ഏതോ ഒരു ബില്യണയറാണ് താമസിക്കണേ. ഇവിടെ നോക്കിയിട്ട് വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പം നമ്മുടെ ഡാവിഡ് പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഇപ്പോഴാണെങ്കിൽ ബില്യണയർ ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. ബില്യണയർ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയി. പക്ഷേ ബില്യണയറിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഏതോ ട്രിപ്പ് പോയതാണ് ബില്യണയർ. സോ അപ്പം ബില്യണയറിൻ്റെ വണ്ടി പക്ഷേ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒന്ന് സ്പൈ ഒക്കെ ചെയ്ത് നോക്കാം. ടോട്ടലി നമുക്ക് എത്ര കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡാവിഡ് പറഞ്ഞത് എത്ര ആണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബില്യണയറിൻ്റെ വീട്. സോ ഇതാണ് വീട്. അപ്പം നമുക്ക് വണ്ടികളുടെ ആദ്യം നമ്മുടെ ചാവി എടുക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ, നമ്മൾ സ്പൈഡർമാൻ്റെ വണ്ടി സ്റ്റീൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സ്പൈഡർമാനെ നമ്മൾ കൊന്നു കളഞ്ഞാണ്. അന്നേരം ഈ വീട് ഇപ്പോൾ സ്പൈഡർമാൻ്റെ വീടായിരുന്നു. ഇപ്പോൾ ഇവിടെ വേറെ ബില്യണയറാണ് ഇത് താമസിക്കണേ. സോ നമുക്ക് പയ്യെ തന്നെ പണ്ട് ഇവിടെ കീ ഇരുന്നത് തന്നെ ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണുമോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഇല്ല. ഇതെന്താടെ ഈ കിടക്കണേ? കീ കിട്ടി. ബെഡേ കിടക്കുന്ന കീ 3 കീ കിട്ടി. എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നേരെ പുറകിലേക്കൊന്ന് പോയി നോക്കാം. സോ ഇപ്പോഴാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇതേ പുറകിലോട്ടൊന്ന് പോവും. ഗൈസ് ഈ വണ്ടി നോക്ക് നിങ്ങളെ. ഇത് ഏത് വണ്ടിയാണ്? ഫെറാറിയാണോ? നമുക്ക് 3 കീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? സീക്രട്ട് ഡോറാണോ? ഇവിടെ ഏതോ റൂമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് 3 കീ കിട്ടിയിട്ട് ചിലപ്പോൾ ഒരെണ്ണം ബില്യണയർ എടുത്തുകൊണ്ട് പോയ വണ്ടിയായിരിക്കും. പക്ഷേ ഈ ഫെറാറി കണ്ട ഗൈസ് പോളീസാണ്. നമുക്ക് ഈ വണ്ടി അങ്ങ് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ ബില്യണയറിൻ്റെ വണ്ടിയാണ് ഗൈസ് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ പോകുന്നു. ഗൈസ് പൊളിച്ച് ഞാൻ വണ്ടി ഒന്ന് ഇവിടെ നിന്ന് ഇറക്കട്ടെ. ഫൈനലി നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടാം. ഓക്കെ ഗൈസ്, വണ്ടി നോക്കി ഗൈസ്, നിങ്ങൾ നല്ല സ്പീഡുണ്ട് വണ്ടിക്ക്. നമുക്കെന്തായാലും കളറ് മാറ്റണം. അയ്യോ, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഗൈസ്, വണ്ടിയുടെ ഏതോ പാട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് റിപ്പയർ ചെയ്യാം. സത്യം പറയല്ലേ ഗൈസ്, നമ്മൾ ഡാവിഡിൻ്റെ വീട്ടിലാണ് കൊണ്ടിരുന്നത്. ഇവിടെ കണ്ടായിരുന്നല്ലോ ഡാവിഡിൻ്റെ വീട്. എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹലോ, വണ്ടി എടുക്കട്ടെ. ഹലോ, ഓടാ, ഞാനാണ് ഡാവിഡ്. എന്തായിരുന്നാ? ഓടാ, നീ എൻ്റെ വീട്ടിലിടണ്ട. എൻ്റെ വീട്ടിലെ ചെറിയൊരു സീനുണ്ട്. അതെന്ത് പറ്റി? അത് പറയുന്നേക്കോ, നീ നിൻ്റെ വീട്ടിലിട്ടാൽ മതി. ശരിയെന്ന്. ഡാവിഡ് പറഞ്ഞ അനുസരിച്ച് ഡാവിഡിൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. സോ നമുക്ക് അവിടെ എന്തായാലും ഇടാൻ പറ്റത്തില്ല. സോ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വണ്ടി ഇടാം. ഫൈനലി കേസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് വണ്ടി പുറകിൽ പാർക്ക് ചെയ്തിട്ടേക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഡാവിഡ് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളും. എല്ലാ വണ്ടിയും ഇവിടെ കൊണ്ടിടാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞും ഡാവിഡ് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളും. ഓക്കെ, അപ്പം അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ എന്താണ് നമുക്കൊന്ന് ഡാവിഡിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം.
അടുത്ത വീടിൻ്റെ ലൊക്കേഷൻ അവിടെ, സൂപ്പർ കാറിൻ്റെ ലൊക്കേഷൻ അവിടെ. സോ ഗൈസ് ഡാവിഡ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആ വലിയ ബിൽഡിങ് ഉണ്ട്, അവിടെയാണ് അടുത്ത സൂപ്പർ കാറുള്ളത്. ആ ബില്യണയറിൻ്റെ ബിൽഡിംഗ് ആണത്. നമുക്ക് ഇച്ചിരി അങ്ങ് സ്കെച്ച് ഔട്ട് ചെയ്തിട്ട് നേരെ പോകണം ഗൈസ്. അതുകൊണ്ട് ഈ കാർ പാർക്കിംഗ് ഉള്ള ആ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ്. സോ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഡാവിഡ് പറഞ്ഞതനുസരിച്ച് ഓക്കെ ഗൈസ്. അപ്പോൾ ഡാവിഡ് പറഞ്ഞതനുസരിച്ച് ഡാവിഡിൻ്റെ അതിൻ്റെ ഒരു ഫേക്ക് കീ ഉണ്ട്. ഇത് മസ്താങ് ആണ് ഗൈസ്, മസ്താങ്. ഡാവിഡിൻ്റെ അതിൻ്റെ ഒരു ഫേക്ക് കീ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കീ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി ഈസിയായിട്ട് തന്നെ സ്റ്റീൽ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഫേക്ക് കീ ഉണ്ട്. നമുക്ക് നേരെ ചാടി മറിഞ്ഞ് ഗൈസ് മൈ ഗുഡ്നസ്, ഇതേതാണ് വണ്ടി? മസ്താങ്. യെസ്, മസ്താങ് തന്നെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മസ്താങ് ആണ് ഗൈസ്, വെള്ള കളർ മസ്താങ്. എൻ്റെ മോനെ സീൻസാണ്. നമ്മുടെ കീ യൂസ് ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റും. നമ്മൾ തുറന്ന്, നമ്മൾ കീ യൂസ് ചെയ്ത് നമ്മൾ തുറന്നിട്ടുണ്ട്. മിക്കവാറും ഡാവിഡ് മറ്റേ വണ്ടി എടുത്ത് കൊണ്ടുപോയി കാണും. എനിക്കറിയത്തില്ല, വിളിച്ചപ്പോഴാണെങ്കിൽ ചോദിക്കാനാണെങ്കിൽ മറന്നുപോയി. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലെ വണ്ടി കൊണ്ടങ്ങിടാം. ഈ വണ്ടിയിലെങ്കിൽ നമുക്ക് ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മുടെ ഫെറാറി ആണെങ്കിൽ നല്ല ഡാമേജ്, പറഞ്ഞതുമില്ല. അന്നേരം കുഴപ്പമില്ല, നന്നായി തന്നെ ഡാമേജ് ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. ബില്യണേഴ്സിൻ്റെ വണ്ടിയാണ്, അല്ല സാധാരണക്കാരുടെ വണ്ടിയല്ല. ശേ, ഉയ്യോ, ഡാവിഡ് എടുത്തോണ്ട് പോയോ? ഇല്ല, ഡാവിഡ് ഇതുവരെ എടുത്തോണ്ട് പോയില്ല. ആ കുഴപ്പമില്ല, നമുക്ക് ഇതും കൂടെ ഇവിടെ കൊണ്ട് ഇട്ടേക്കാം. ദേ ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി തന്നെ ഫൈനലി ഇവിടെ കൊണ്ടിട്ട്, രണ്ട് വണ്ടി നല്ല ഡാമേജ്ഡ് ആണ്. ഡാവിഡ് എന്തായാലും അതൊക്കെ സെറ്റാക്കിക്കോളും. നമുക്ക് ഇതിനകത്തൊരു വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ ഇപ്പം വേണ്ട, ഫോണിൽ മെസ്സേജ് വന്നു, നമുക്ക് നോക്കാം. സോ ഗൈസ് നമ്മൾ ഈ സ്പീഡുള്ള വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫെറാറിയാണ് ഗൈസ്. പക്ഷേ എനിക്ക് ആ വണ്ടി കിട്ടുമെന്നാലും മാറണം. എൻ്റെ പൊന്നോ, അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക്, ഇതൊരു ബിൽഡിംഗ് ആണ് ഗൈസ്. എന്താടാ, ആക്സിഡൻ്റ് ആയി കിടക്കണം. ഇതൊരു ബിൽഡിംഗ് ആണ്. നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. എത്തി. ഓ, എന്നാ വരവാ. നമ്മളാണ് വണ്ടി വഴി കൊണ്ട് നിർത്തിയിട്ടിരിക്കുക. നമ്മളാണ് സ്പീഡിൽ വന്നത്. പക്ഷേ അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് കേസ്. ഇതാണ് കേസ് ബിൽഡിങ്. ഓക്കെ, ഇതൊരു ബില്യണയറിൻ്റെ സ്വന്തം ബിൽഡിംഗ് ആണ്. ബില്യണയറിൻ്റെ കുറേ അധികം ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ ഈ സിറ്റിയിൽ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്, അവൻ പറഞ്ഞ അനുസരിച്ചൊരു ബുക്കാട്ടിയാണ് ഗൈസ്. ഗൈസ് ബുക്കാട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ സീനായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു. മൈ ഗുഡ്നസ് ഗൈസ്, ഇത് ലോക്കാണ്. പക്ഷെ നമ്മൾ ഈ ചില്ല് പൊട്ടിച്ച് നമ്മളിതേ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ചില്ല് പൊട്ടിച്ച് നമുക്ക് വണ്ടിക്കകത്ത് കയറി ഗൈസ്, പോളിപ്പൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ നമ്മളെ വണ്ടി എടുക്കാം. പക്ഷേ വണ്ടി നോക്കി, നിങ്ങൾ വണ്ടി നോക്കിക്കേ. അപ്പോൾ സോറി ഗൈസ്, ഒരു മെസ്സേജ് വന്നതാണ്, സോറി. അപ്പം ഈ വണ്ടി നോക്ക് നിങ്ങൾ, പോളിപ്പൻസ് ആണ്. വണ്ടി എങ്ങാണ്ട് ഇടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം. ഡാവിഡ് ഇപ്പോഴെങ്കിലും ആ വണ്ടി എടുത്തുകൊണ്ട് പോയി കാണും, നമ്മളെ മറ്റേ വണ്ടികൾ. നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. സത്യം പറഞ്ഞാൽ ഗൈസ്, ഈ വണ്ടിക്ക് നല്ല സ്പീഡാണ്. ഈ വണ്ടി നമുക്ക് എടുത്താലേ ഗൈസ്, ഈ വണ്ടി വേണ്ട. വേറെ അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം ഏത് വണ്ടി എടുക്കണമെന്ന്. സോ ഫൈനലി ഈ ബുക്കാട്ടി നമ്മുടെ വണ്ടിയാണ് കേട്ടോ, ബുക്കാട്ടി. ഓക്കെ, നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, ഡാവിഡ് ഇതുവരെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഓക്കെ, നമുക്ക് വണ്ടി, ഇതൊരു ബുക്കാട്ടിയാണ്. പക്ഷേ നമ്മുടേതിനേക്കാളും മേളിലുള്ള ബുക്കാട്ടിയാണ്. നമുക്ക് ഓൾറെഡി ഒരു ബ്ലൂ ബുക്കാട്ടി ഉണ്ട്, പക്ഷേ ഇത് നമ്മുടേതിനേക്കാളും മേളിലുള്ളതാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ബുക്കാട്ടി എടുത്ത് നേരെ പോകാം അടുത്ത ലൊക്കേഷനിലേക്ക്. എന്തായാലും എനിക്ക് ബുക്കാട്ടി ഉണ്ടല്ലോ, നമുക്കിനി ആ വണ്ടി വേണ്ട. സോ നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നൊരു വീട്ടിലാണ് ഗൈസ്. എന്തായാലും ഡേഞ്ചർ ആയിരിക്കും. അവൻ പറയുന്നതനുസരിച്ച് പുള്ളിക്കാരൻ വീട്ടിലുണ്ടെന്നാണ്, ബില്യണയറിൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ ബില്യണയറിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകാം.
സോ ഗൈസ് നമ്മുടെ ബില്യണേറിൻ്റെ വീട് കണ്ട് ദേ ബില്യണേർ. ഹലോ ബ്രോ, ആരാണെന്നാണോ നീ? യേശുവിൻ്റെ താക്കോലുമാണ്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്ന നിനക്ക് നല്ലത്. അവിടെ താക്കോല് കിട്ടി വണ്ടി എവിടെ നമുക്കൊന്ന് നോക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ബിൽഡിങ് വീട് ആണ് ഗൈസ് ഇത്. ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ ഈ വണ്ടി എടുക്കും. സൂപ്പറാ അല്ലേ ഗൈസ്, സൂപ്പറാ. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ ഈ വണ്ടിയും കൂടെ ഉള്ളതെന്നാണ് നമ്മുടെ ഡേവിഡ് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടാം. ഈ വണ്ടി നമുക്ക് വേണമെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞേക്കാം അവനോട്. എന്താണ് കുറേ ബുക്കാട്ടിയുടെ ഒക്കെ പാർട്സ് കിടക്കുന്നത് ഇവിടെ. ഓ, നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ്. ഇന്നത്തെ ഏതെങ്കിലും വണ്ടി നമ്മൾ നശിപ്പിക്കാതെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആകെ ബുക്കാട്ടിയുള്ളൂ. പക്ഷെ നമുക്ക് ഈ വണ്ടി എടുക്കണം. എനിക്ക് ഈ വണ്ടി നന്നായി തന്നെ ഇഷ്ടം. സ്പീഡ് നോക്കി നിങ്ങൾ, നല്ല സ്പീഡ്. നമുക്ക് ഡേവിഡിനോട് നമുക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം ഈ വണ്ടി എനിക്ക് വേണമെന്ന്. ഡേവിഡ് എന്തായാലും എടുത്തുകൊണ്ട് പോയി കാണുമോ? ഇല്ല, ബുക്കാട്ടി ഇവിടെ കിടപ്പുണ്ട്. മറ്റേ വണ്ടികൾ ഇതുവരെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. പക്ഷേ ഈ വണ്ടി നമ്മുടെയാണ് ഇനി തൊട്ട്. സോ നമുക്ക് ഈ കളറൊക്കെ ഒന്ന് മാറ്റണം. ബാക്കി 3 വണ്ടി ഡേവിഡ് എടുത്തുകൊണ്ട് പോയിക്കോണം. സോ നമ്മുടെ വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ഡേവിഡിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഡേവിഡിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോടാ. എന്താ ആടാ, ഏറ്റവും അവസാനത്തെ ആ സുപ്ര ഇല്ലേ, ഏറ്റവും അവസാനത്തെ ആയിരുന്നു സുപ്ര. ആ വണ്ടി ഞാനിന്ന് എടുത്തോട്ടെ. അതിനെന്താ, നിനക്ക് ഞാൻ ഒരു വണ്ടി വരാമെന്നല്ലേ പറഞ്ഞത്, നീ അതെടുത്തോ. പിന്നെ അക്കൗണ്ടിലേക്ക് $1 അയച്ചിട്ടുണ്ട്. ബാക്കി 3 വണ്ടി ഞാനിന്ന് വൈകുന്നേരം വന്ന് എടുത്തോളാം. ശരി എന്നാ. ഓക്കെ, അപ്പോൾ ശരി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിൽ ഇവിടെ വെച്ചാൽ സമീപിക്കുന്നത് നമുക്കാണെങ്കിൽ ഈ സുപ്ര കിട്ടിയിട്ടുണ്ട്. പോളി സാധനമാണ് ഈ സുപ്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ സമീപിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും. ടാറ്റാ, ബൈ.